റഷ്യയുടെ വിക്ടറി ഡേ പരേഡ് മെയ് 9 റഷ്യയിൽ നടന്നവസാനിച്ചു. Слава доблестным вооруженным силам! За Россию! За победу! Ура! ഈ വിക്ടറി ഡേ പരേഡിൽ പ്രസിഡന്റ് പുടിൻ തന്റെ പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രചരിപ്പിക്കാനും സംസാരിക്കാനും തുടങ്ങിയത് ഈ വിജയദിനത്തിൽ റഷ്യ ചെയ്യുന്നത് ഒരു PR സ്റ്റണ്ട് മാത്രമാണ്. ലോകമഹായുദ്ധത്തിൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം കൊണ്ടുവന്നത് അമേരിക്കയാണ്, അത് റഷ്യയല്ല ചെയ്തത് എന്ന വലിയൊരു കള്ളപ്രചരണം നടത്താൻ തുടങ്ങി. എന്നാൽ സത്യം അതല്ല. ഈ ലോകമഹായുദ്ധം അവസാനിക്കുന്നതിനുള്ള വളരെ പ്രധാന കാരണം അന്നത്തെ സോവിയറ്റ് റഷ്യയായിരുന്നു. എങ്ങനെയാണ് അമേരിക്ക ഇത്രയധികം നുണ പറയുന്നത് എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ കാണാം. രണ്ടാം ലോക മഹായുദ്ധം 1939 ആരംഭിച്ചു. ഇത് 1945 വരെയും തുടർന്നു. 1941 വരെയും സോവിയറ്റ് റഷ്യ ഈ ഒരു യുദ്ധത്തിലേക്ക് വന്നതേയില്ല, ആ ഒരു ദിവസം വരെയും. അങ്ങനെ ആ ദിവസം വന്നപ്പോൾ 1941 നാസി ജർമ്മനി, ഹിറ്റ്ലറുടെ കീഴിലായിരുന്ന ജർമ്മനി, സോവിയറ്റ് റഷ്യക്കെതിരെ ബാർബറോസ തുടങ്ങി. സോവിയറ്റ് റഷ്യ മുഴുവനും പിടിച്ചടക്കാൻ, മോസ്കോ ഉൾപ്പെടെയുള്ള എല്ലാ നഗരങ്ങളും കീഴടക്കാനും ഈ ഒരു ഓപ്പറേഷൻ ബാർബറോസ സോവിയറ്റ് റഷ്യക്കെതിരെ നടത്തിയ വലിയൊരു ആക്രമണമായിരുന്നു. അങ്ങനെ 1941 സോവിയറ്റ് റഷ്യ ആദ്യമായി ഈ ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. 1941 മുതൽ 1945 വരെ ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ സഖ്യകക്ഷികളും തമ്മിൽ 4 വർഷത്തോളം ദ ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ നടന്നു. ഇപ്പോൾ ജർമ്മനിയെ നോക്കിയാൽ ഫിൻലാൻഡ് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ സോവിയറ്റ് റഷ്യക്കെതിരെ പോരാടാൻ തുടങ്ങി. ഇതിൽ സോവിയറ്റ് റഷ്യക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉത്തരം ജൂതന്മാരെന്ന്. നാസി ജർമ്മനിയും ഹിറ്റ്ലറും ചേർന്ന് 6 ദശലക്ഷം ജൂതന്മാരെ കൊന്നു. യഹൂദന്മാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് എന്ന് നിങ്ങൾ പറയും. അത് സത്യമാണ് എങ്കിൽ പോലും മറഞ്ഞിരിക്കുന്ന മറ്റൊരു സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പലർക്കും അറിയാത്തൊരു സത്യം. ഈ ഒരു 4 വർഷത്തെ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ റഷ്യയുടെ നഷ്ടം 21 ദശലക്ഷം ആളുകളാണ്. 8.5 മില്യൺ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബാക്കിയുള്ള 12 മുതൽ 13 ദശലക്ഷം വരെ പൊതുജനങ്ങളെ നാസി ജർമ്മനി വധിച്ചു. ഈ യുദ്ധത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടം സോവിയറ്റ് റഷ്യക്കായിരുന്നു. നിങ്ങൾ പലർക്കും അറിയാത്തൊരു സത്യമാണിത്. എന്നാൽ ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് സോവിയറ്റ് റഷ്യക്കായിരുന്നു. ഇങ്ങനെ നാസി ജർമ്മനിയും സോവിയറ്റ് റഷ്യയും യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ആദ്യത്തെ 2 വർഷം സോവിയറ്റ് യൂണിയൻ റഷ്യയുടെ നേതാവായിരുന്ന സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സ്റ്റാലിന്റെ റഷ്യൻ സൈന്യം അവർക്കെതിരെ പ്രതിരോധ നിരയിൽ പോരാടാൻ തുടങ്ങി. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം സോവിയറ്റ് റഷ്യയുടെ പദ്ധതി അധിനിവേശക്കാരെ അകത്തേക്ക് കടത്തിവിടുക എന്നുള്ളതായിരുന്നു. കാരണം ആക്രമണത്തെക്കാൾ പ്രതിരോധ സ്ഥാനത്ത് അവർക്കൊരു നേട്ടമുണ്ടായിരുന്നു. ആക്രമണകാരികൾ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ സോവിയറ്റ് റഷ്യക്ക് അത് കൂടുതൽ നഷ്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ നാസി ജർമ്മനിയുടെ സൈനികർ തളർന്നപ്പോൾ സോവിയറ്റ് റഷ്യ ജർമ്മൻ പട്ടാളക്കാരെ തുരത്തി ഓടിച്ചു. ഓടി ഒളിച്ച നാസി ജർമ്മൻ പട്ടാളക്കാർ മെയ് 8 കീഴടങ്ങി. അത് ജർമ്മനിയിൽ മെയ് 8 കൂടിയും റഷ്യക്കാർക്ക് അത് മെയ് 9 ആയിരുന്നു. കാരണം റഷ്യയിൽ അതൊരു പകൽ സമയമായിരുന്നു. അതുകൊണ്ടാണ് ഈ വിജയത്തിന്റെ പരേഡ് എല്ലാ വർഷവും റഷ്യയിൽ ആഘോഷിക്കുന്നത്. ഈ വിജയദിന പരേഡിന്റെ 79ാം വർഷമാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് നടന്നവസാനിച്ചത്. എന്തുകൊണ്ടാണ് ഈ വിജയദിന പരേഡ് റഷ്യ ആഘോഷിക്കുന്നത് എന്നതിന്റെയും ഈ വിജയദിന പരേഡിന്റെ കാരണം എന്താണ് എന്നതിന്റെയും ഒരു ചെറിയ വിശദീകരണമാണ് ഇപ്പോൾ പറഞ്ഞത്. സോവിയറ്റ് റഷ്യക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചാലും രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി കീഴടക്കാൻ പ്രേരിപ്പിച്ചാൽ പോലും ഇപ്പോൾ അമേരിക്കൻ പത്രങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? സോവിയറ്റ് റഷ്യ അങ്ങനെ വലിയ ജോലിയൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈ ഒരു വിക്ടറി ഡേ പരേഡ് ഒരു PR സ്റ്റണ്ടിന് വേണ്ടി മാത്രമാണ് നടത്തുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നാണ് നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തിയത് എന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ട് പലർക്കും ദേഷ്യം വന്നേക്കാം. ഏത് പത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കാം. CNN, അൽ ജസീറ, വാഷിംഗ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, ഇങ്ങനെ നിരവധി പത്രങ്ങൾ. ഏതെടുത്ത് നോക്കിയാലും സോവിയറ്റ് റഷ്യയെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടുണ്ടാകില്ല. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തി അവരെല്ലാം കീഴടങ്ങി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ സോവിയറ്റ് റഷ്യ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ജർമ്മനി മുഴുവൻ യൂറോപ്പിനെയും ഒരു അവസ്ഥയിൽ എത്തിച്ചേനെ.
രണ്ടാം ലോക മഹായുദ്ധം അത്ര എളുപ്പത്തിൽ അവസാനിക്കുമായിരുന്നില്ല. അമേരിക്ക ഈ യുദ്ധത്തിൽ ഇറങ്ങാൻ കാരണം തന്നെ ജപ്പാനാണ്. അവരുടെ പക്കൽ അണുബോംബുകൾ ഉണ്ടെന്ന ഒരേ ഒരു കാരണം കൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇറങ്ങിയത്. എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതിയുമില്ലാതെ, ഒരു പ്ലാനുമില്ലാതെ സോവിയറ്റ് റഷ്യ ജർമ്മനിയെ തുരത്തി ഓടിച്ചു. ഇതെല്ലാം മറന്ന് ഇന്ന് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ശരി, ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാം, ഇതൊക്കെ പാസ്റ്റ് അല്ലേ എന്ന് വെക്കാം. ഈ വിജയദിന പരേഡിൽ എന്താണ് സംഭവിച്ചത്? ഒന്നാമതായി ഈ ഒരു പരേഡ് ആരംഭിച്ചത് പ്രസിഡന്റ് പുടിന്റെ പ്രസംഗത്തോടെയായിരുന്നു. സോവിയറ്റ് റഷ്യയ്ക്കും നാസി ജർമ്മനിക്കും ഇടയിലുണ്ടായ യുദ്ധത്തെക്കുറിച്ചും എങ്ങനെ നടന്നു എന്നതിനെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞത്, സോവിയറ്റ് റഷ്യയുടെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എല്ലാവരെയും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. സോവിയറ്റ് റഷ്യ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറുമായിരുന്നു. നിങ്ങൾക്ക് നാസി ജർമ്മനിക്കെതിരെ ജയിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ്. ആഗോള തകർച്ചയ്ക്ക് കാരണമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുകയുമില്ല. എന്നാൽ നിങ്ങൾ ഞങ്ങളെ അതിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഞങ്ങളുടെ സ്ട്രാറ്റജിക് ന്യൂക്ലിയർ ഫോഴ്സ് എല്ലാം അതീവ ജാഗ്രതയിലാണ്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ അവയെ ആക്ടിവേറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, ദ ഗ്രേറ്റ് പാട്രിയോട്ടിക് വാറിനെ കുറിച്ച് എല്ലാ റഷ്യക്കാർക്കും അറിയാം. നമ്മൾ സമാനമായ ഒരു യുദ്ധത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണോ നാസി ജർമ്മനിയെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തി ഓടിച്ചത്, അങ്ങനെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉക്രൈനിലും നടക്കുന്നത്. ഉക്രൈനുമായുള്ള യുദ്ധത്തിലും നമ്മൾ ജയിക്കും. പ്രത്യേക സൈനിക ഓപ്പറേഷൻ റഷ്യയുടെ വിജയമാണെന്നും ഉക്രൈനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സോവിയറ്റ് റഷ്യ നാസി ജർമ്മനിക്കെതിരെ പോരാടുമ്പോൾ മറ്റൊരു ഭാഗത്ത് ജപ്പാനെതിരെ ചൈന എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചും ചെറിയൊരു വിവരണം നൽകി. അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ തന്നെ ഒരു 10-12 മിനിറ്റ് എടുത്തു. തന്ത്രപരമായ ആണവ ശക്തിയെക്കുറിച്ചും പ്രസിഡന്റ് പുടിൻ പറഞ്ഞു. റഷ്യ വളരെ കാലമായി ഒരു ന്യൂക്ലിയർ ത്രെഡ് പല തവണ ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. അത് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് ആരും കാര്യമാക്കുന്നില്ല. അതൊരു ഭീഷണിയായേ ആരും കാണുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കുമോ എന്നുള്ളതാണ് സംശയം. പ്രസിഡന്റ് പുടിന്റെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവർക്കായുള്ള ഒരു നിശബ്ദ ആദരാഞ്ജലി അർപ്പിച്ചു. ഇതിനുശേഷം റഷ്യൻ വ്യോമസേന Su-24 വിമാനത്തിൽ നിന്ന് എയർ ഷോ നടത്തി. ഇത് നടത്തിയ ശേഷം സൈനിക പരേഡ് ആരംഭിച്ചു. പ്രത്യേക സൈനികർ ഈ ഓപ്പറേഷൻ പരേഡിൽ പങ്കെടുത്തു. പരേഡിന് ശേഷം സൈനിക ഉപകരണങ്ങളുടെ ഒരു പ്രദർശനം നടത്തി. ആന്റി എയർക്രാഫ്റ്റ് ഡിവൈസസ്, ആംഡ് വെഹിക്കിൾസ് ഇവയെല്ലാം പ്രദർശനത്തിന് വെച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ റഷ്യ ഉപയോഗിച്ചത് T-34 ടാങ്കാണ്. അത് ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുണ്ട്. ഈ ടാങ്കുകൾ പ്രദർശനത്തിന് വയ്ക്കുന്നത് അഭിമാനകരമായി അവർ കണ്ടു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ പരേഡും അവസാനിച്ചു. എന്നാൽ ഇതിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ഈ പരേഡിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അവരിതിനെ പിന്തുണച്ചല്ല സംസാരിച്ചത്. പകരം ഈ ഒരു പരേഡിനെ ഒരു PR സ്റ്റണ്ട് മാത്രമാക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. ചരിത്രം മാറ്റിമറിക്കാൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. അതെല്ലാവരെയും മറക്കാനാണ് അവർ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം വളച്ചൊടിക്കാൻ, മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഇതൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.